അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പീനട്ട് ബിസ്ക്കറ്റാണ്. എൻ്റെ ഉമ്മേൻ്റെ സ്പെഷ്യൽ ബിസ്ക്കറ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റി ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് കടല ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലൊരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ബ്രൗൺ ഷുഗർ ഓപ്ഷനിലാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ആയാലും മതി. അതും സ്ട്രെയിനറിലിട്ടിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചൂടാറിയ കടല നല്ലോണം തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത പീനട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദേൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കടല ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഇലക്ട്രിക് ഓവണ് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മളെടുത്ത് 2 കപ്പ് മൈദയും പീനട്ടും വെച്ചിട്ട് നമുക്ക് ഇത്രയും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഈ ബിസ്ക്കറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ബിസ്ക്കറ്റാണ്. ഇപ്പം അത്ര ക്രിസ്പി ആയിട്ട് നിൽക്കില്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ മറിച്ച് നോക്കിയാൽ നല്ല ചെറിയതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടാവും. നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.